നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ നടത്തിയ പരിഷ്കരണം, അതിൽ നിന്നും 65 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയ നടപടി, ഇതിന് കൃത്യമായി അടി കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി. ചോദ്യങ്ങളുടെ ഒരു ശരാവലി കൃത്യമായി തന്നെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. 22 ലക്ഷം പേർ മരണപ്പെട്ടതുകൊണ്ടാണ് അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുടന്ത ന്യായം. ഇതെങ്ങനെയാണ് സാധിച്ചത്? നിങ്ങൾ അതിനുള്ള മാനദണ്ഡം അഥവാ അത് ഏതൊക്കെ വിധത്തിലാണ് അത് ശാസ്ത്രീയമായി തെളിയിക്കുന്നത് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ പ്രധാന ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുന്നത്, വിവിധ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സഹായത്തോടെയാണ് മരിച്ചവരുടെ പേരും വിലാസവും എല്ലാം കണ്ടെത്തിയതും അവരെ ഒഴിവാക്കിയതെന്നും. ആ വിവിധ പൊളിറ്റിക്കൽ പാർട്ടി ഏതെന്ന് മനസ്സിലായല്ലോ. BJPയും BJPയുടെ സഖ്യകക്ഷികളുമാണ് ബീഹാറിലെ വിവിധ പൊളിറ്റിക്കൽ പാർട്ടികൾ. അവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിച്ചതെന്ന്. അജണ്ട വളരെ വ്യക്തമല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തുറന്നു പറയുകയല്ലേ, BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെ ചേർന്നാണ് ഈ വലിയ ക്രമക്കേട് നടത്തിയിരിക്കുന്നതെന്നതും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലുള്ള നാണം കെട്ട പരിപാടി കാണിച്ചതെന്നും തുറന്ന് സമ്മതിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ. കൃത്യമായി സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അയോഗ്യത കൽപ്പിക്കണം എന്ന ഇന്ത്യ മുന്നണിയുടെ പൊതു ആവശ്യം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 65 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടതിൽ 22 ലക്ഷം പേരെ മരണപ്പെട്ടവരാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ അവരുടെ ബന്ധുക്കൾ പറയണം. അതുമായി ബന്ധപ്പെട്ട ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതൊന്നുമില്ല, വെറുതെ തട്ടിവിടുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. BJPയെ സഹായിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെയധികം നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലത്തും ഇത് നടപ്പിലായിരുന്നു. 2024 തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് രാഹുൽ ഗാന്ധി വെറുതെ പറയുന്നതല്ല, തെളിവ് സഹിതം പറയുന്നതാണ്. നിരവധിയായ ലോക്സഭാ മണ്ഡലങ്ങൾ ഓരോന്നായി എടുത്തു വെച്ച് അതിനെ ഡിസക്റ്റ് ചെയ്ത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ രാവും പകലും ഊണും ഉറക്കവും മാറ്റിവെച്ച് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ BJP ഇലക്ഷൻ കമ്മീഷന് വണ്ടിയിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഭാഗമായാണ് അവർക്ക് മൂന്നാമതും കേന്ദ്രത്തിൽ ഭരിക്കാൻ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ അവസരം കിട്ടിയതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിനെ പപ്പുമോനെന്നും അദ്ദേഹത്തിനെ അവസരവാദിയെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കിയ ജനങ്ങൾ, യാഥാർത്ഥ്യം കോടതിക്ക് മനസ്സിലായിരിക്കുന്നു. ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേർക്ക് മനസ്സിലാകുന്നു. ഇപ്പോഴും നേരം വെളുക്കാത്ത സംഘികൾ വളരെയധികം കിടന്ന് മെഴുകുകയാണ്. അനുരാഗ് താക്കൂറിൻ്റെ കപട നാടകമൊന്നും നടന്നില്ല. അമേഠിയിലും റായ്ബറേലിയിലും വയനാടിലുമെല്ലാം കള്ളവോട്ടുകൾ ചേർത്തു എന്ന് പറഞ്ഞ് വെറുതെ പ്രസ്താവന ഇറക്കിയ അനുരാഗ് താക്കൂറിന് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല, അനാവശ്യമായി കോടതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചതിന് അനുരാഗ് താക്കൂറിനെതിരെ സ്വമേധയാ കേസെടുക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അന്വേഷണത്തിന് ഉത്തരവിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.